ചർച്ചകൾ ഒമാനിൽ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും ഇറാനെ വെല്ലുവിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത്. ഉടൻ തന്നെ ആണവ കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഭീഷണിയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രംപിന് നേരെ പരിഹാസം നിറഞ്ഞ ചില കമന്റുകളാണ് ഉയരുന്നത്. ട്രംപിന് അവിടെ വായ്ത്താളം മാത്രമേ ഉള്ളൂ, ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ ട്രംപിന് കഴിയില്ല എന്നും, പറഞ്ഞാൽ പോരാ, അത് ചെയ്ത് കാണിക്കാനുള്ള ചങ്കൂറ്റവും കൂടെ തങ്ങൾക്ക് വേണമെന്ന തരത്തിലേക്കാണ് കമന്റുകൾ ഉയരുന്നത്. അമേരിക്കയുമായി ആണവ കരാറിൽ ഏർപ്പെടാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ട്രംപ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇറാൻ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു നൽകിയ മുന്നറിയിപ്പ്. ഒമാനിലെ മസ്കറ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാനെ കുറിച്ച് വളരെ നല്ലതായ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. ഇറാൻ ഒരു കരാറിനായി വളരെ കാലമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നതായി തന്നെ പുതിയ കരാർ കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായിരിക്കും. ഒരു വലിയ കപ്പൽപ്പട ഇറാന്റെ ദിശയിലേക്ക് പോകുന്നുണ്ട്. അത് ഉടൻ തന്നെ അവിടെ എത്തുമെന്നും അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നതായിരുന്നു ട്രംപ് നൽകിയ ഒരു വിശദീകരണം. എന്നാൽ ഈ കപ്പലാകട്ടെ ഒരു മാസമായി തന്നെ അവിടെ അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ ആ കപ്പൽ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ പോലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കാരണം ഇറാൻ അത്രയധികം ശക്തമായി തന്നെയാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നതാണ് ചില വൃത്തങ്ങൾ, ചില സോഴ്സുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാനുമായി തന്നെ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇന്ധനക്കടത്ത് ആരോപിച്ചുകൊണ്ട് 15 കമ്പനികൾക്കും വ്യക്തികൾക്കും മേലെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ കപ്പലുകൾക്കും പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതായി തന്നെ അമേരിക്ക കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മസ്കറ്റിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യദിന ചർച്ച അത് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ ഇറാൻ ബന്ധം ആരോപിച്ചുകൊണ്ട് കമ്പനികൾക്കും വ്യക്തികൾക്കും മേലെ ഉപരോധം ചുമത്തുകയാണ് ചെയ്തിരിക്കുന്നത്. 2 വ്യക്തികൾ, 15 കമ്പനികൾ, 14 കപ്പലുകൾ എന്നിവയ്ക്കാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന് വേണ്ടി ഇന്ധനക്കടത്ത് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ പടക്കപ്പൽ വ്യൂഹത്തിലെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ തന്നെ കപ്പലുകളുടെ പോർ വിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ US പുറത്തുവിട്ടിരിക്കുകയാണ്. ഹോർമോസ് കടലിൽ ഇറാൻ തങ്ങളുടെ 40 അതിവേഗ ബോട്ടുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ IRGC ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ചർച്ചകൾക്കിടയിലും അവിടെ മാനസിക ആധിപത്യം വ്യക്തമാക്കുന്നതാണ് ഈ നീക്കമെന്ന് സൂചിപ്പിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു മസ്കറ്റിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യദിന ചർച്ചകൾ അവസാനിച്ചത്. അമേരിക്കയുമായി ചർച്ച പോസിറ്റീവ് എന്നതായിരുന്നു ഇറാന്റെ ആദ്യ പ്രതികരണം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ധാരണയിൽ എത്താനാകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ തുടരുമെന്നും ഇറാൻ പ്രതിനിധികൾ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യ താൽപര്യം സംരക്ഷിച്ചുള്ള നിലപാടാണ് ഇറാന്റേതെന്നതാണ് ചർച്ചകൾക്ക് മുന്നേ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. രാജ്യ താൽപര്യം സംരക്ഷിച്ചുള്ള നിലപാടാണ് ഇറാന്റേതെന്നതായിരുന്നു ചർച്ചകൾക്ക് മുൻപേ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. എന്തു വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ആ ഒരു സമവായത്തിലേക്ക് ഇല്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി കഴിഞ്ഞ ദിവസം തന്നെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയതാണ്. അതേസമയം ഏറെ നാളത്തെ നയതന്ത്ര പ്രതിസന്ധികൾക്ക് ശേഷം നടന്ന ഒരു കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രാധാന്യത്തോട് തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് കൃമ ന്യൂസ്.